Hallelujah. Once again, let us come to our regular Bible study, New Creation. ഒരിക്കൽ കൂടി നാം പുതിയ സൃഷ്ടി എന്ന നമ്മുടെ വേദപഠന ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു വരാം. Ezekiel chapter 1, verse 4 and 5. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ. ഞാൻ നോക്കിയപ്പോൾ വടക്കു നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. And I looked, and behold, a whirlwind came out of the north, a great cloud, and a fire enfolding itself, and a brightness was about it, and out of the midst thereof, as the color of amber, out of the midst of the fire. Also out of the midst thereof came the likeness of 4 living creatures, and this was their appearance. They had the likeness of a man. Praise be to His holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. We have seen 4 things. നാം ഇവിടെ 4 കാര്യങ്ങളെ പറ്റി കണ്ടു. Totally 5 things are written. മൊത്തമായി 5 കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നു. I looked, behold, wild wind came out of the north. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നും ഒരു കൊടുങ്കാറ്റ്. North side, we have meditated about that. നാം വടക്ക് ഭാഗത്തെ പറ്റി ധ്യാനിക്കുകയുണ്ടായി. Then about wild wind. അതിനുശേഷം കൊടുങ്കാറ്റ്. This north side speaks about the city of God. ഈ വടക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നഗരത്തെ കുറിക്കുന്നു. It is Zion itself. അത് സിയോൻ തന്നെയാകുന്നു. It is a city of God. അത് ദൈവത്തിന്റെ നഗരമാകുന്നു. Where our God dwells all through the former eternity, and now and forever He will be there. അനാദി നിത്യത മുതൽ എന്നേക്കുമായി ദൈവം അവിടെയാകുന്നു വസിക്കുന്നത്. From that city we are the new creatures. They gotten their birth. ആ നഗരത്തിൽ നിന്നും ആ സൃഷ്ടികൾക്ക് പുതിയ സൃഷ്ടി ഉണ്ടാകുകയുണ്ടായി. Then through the wild wind. അതിനുശേഷം കൊടുങ്കാറ്റ്. That speaks about Holy Spirit. അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. And after that cloud. അതിനുശേഷം മേഘം. Presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു. After that we have seen about that fire. അതിനുശേഷം പാളിക്കത്തുന്ന തീയെ പറ്റി നാം കാണുകയുണ്ടായി. That fire also speaks about that fiery anointing. ആ തീയും അഗ്നി അഭിഷേകത്തെ ആകുന്നു കുറിക്കുന്നത്. These are all the things which we have seen. നാം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാകുന്നു. But now today we have to see the color of amber. എന്നാൽ ഇപ്പോൾ നമുക്ക് ആ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. In the midst thereof as the color of amber, out of the midst of the fire. അതിന്റെ നടുവിൽ നിന്നും ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു. Yes, this is a 5th place, or the new creatures that born from here. ആ പുതിയ സൃഷ്ടികൾ ജനിച്ച 5ാമത്തെ സ്ഥലമാകുന്നു ഇത്. It is also another important thing. അതും വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാകുന്നു. What is this color of amber speaks of? ഈ ശുക്ലസ്വർണം പോലെ ഉള്ള നിറം എന്തിനെ കുറിക്കുന്നു? Color of amber is for an example, when we stand in the signal light, that is a second light next to the red, that color, it is generally color of amber. നാം സിഗ്നലിൽ നിൽക്കുമ്പോൾ ആ ചുമപ്പ് കത്തിയതിനു ശേഷം രണ്ടാമതായി കത്തുന്ന ആ നിറത്തിനെയാകുന്നു ഈ നിറം കാണിക്കുന്നത്. That we call it as yellow, but it is a color of amber. അതിനെ നാം മഞ്ഞ നിറമെന്ന് പറയുന്നുവെങ്കിലുമോ അത് ശുക്ലസ്വർണത്തിന്റെ നിറമാകുന്നു. It shows readiness. അത് ഒരുക്കത്തിനെയാകുന്നു കാണിക്കുന്നത്. Ready to move. പോകുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. Some indignation it speaks. അതൊരു തുടക്കത്തെ കാണിക്കുന്നു. In our life, നമ്മുടെ ജീവിതത്തിലും that amber color, it is in the plan of God. ആ മഞ്ഞ നിറം എന്നത് കർത്താവിന്റെ പദ്ധതിയിൽ കാണപ്പെട്ടു. We can say it is a foreknowledge of God. അത് നമുക്ക് ഇപ്രകാരം ചിന്തിക്കുവാൻ സാധിക്കുന്നു, കർത്താവിന്റെ മുൻനിർണയ പ്രകാരമാകുന്നു അത്. And it is a foreknowledge of God to be executed in each and every one of our life. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിന്റെ മുൻനിർണയ പ്രകാരം അത് പ്രാവർത്തികമാക്കേണ്ടതാകുന്നു. No one came into this world without his knowledge. അവന്റെ അറിവ് കൂടാതെ ആരും ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. No one is accident in this world or in this meeting. ആരും യാദൃച്ഛിക ഈ ലോകത്തിൽ കടന്നു വന്നല്ല, ഈ യോഗത്തിലും പ്രകാരം കടന്നു വന്നല്ല. We are all planned by God. നാം എല്ലാം കർത്താവിന്റെ പദ്ധതി പ്രകാരമാകുന്നു കടന്നു വന്നത്. We are all in the mind of God. നാം എല്ലാം കർത്താവിനെ മനസ്സിലാകുന്നുള്ളത്. And about us, God has a beautiful plan. നമ്മെ കുറിച്ച് കർത്താവിന് വലിയൊരു ഉദ്ദേശമുണ്ട്. That plan only He is performing in these days. ഈ നാളുകൾ ആ ഉദ്ദേശമാകുന്നു നമ്മുടെ ജീവിതത്തിൽ അവൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. Without knowing that plan, many times we are living a casual life.
ആ പദ്ധതി നാം അറിയാതെ ഒരു സാധാരണ ജീവിതം പലപ്പോഴും നാം നയിക്കാറുണ്ട്. That's why our Christian life is not interested. ആയതിനാലാകുന്നു ക്രിസ്തീയ ജീവിതം നമുക്ക് നല്ലതായി തോന്നാത്തത്. Dear child of God, പ്രിയ ദൈവവേദലേ, when we start exploring the mind of God, നാം ദൈവത്തിന്റെ മനസ്സിനെ പറ്റി പഠിക്കുമ്പോൾ, start understanding about the mind of God, ദൈവത്തിന്റെ മനസ്സിനെ പറ്റി നാം മനസ്സിലാക്കുമ്പോൾ, our life become very interested. നമ്മുടെ ജീവിതം വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമായി തോന്നും. How beautifully every day, every moment is planned. ഓരോ നിമിഷവും ഓരോ ദിവസവും എത്ര മനോഹരമായി അവൻ പദ്ധതിയിട്ടിരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. In Ephesians chapter 1 verse 4 when we read, എഫേസ്യ ലേഖനം 1-ാം 4 വാക്യം വായിക്കുമ്പോൾ, He had chosen us in Him before the foundation of the world, ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു കണ്ടു എന്ന് നാം കാണുന്നു. that we should be holy and without blame before Him in love. അവന്റെ മുൻപിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. Generally, quickly we read and go. ഇത് നാം സാധാരണമായി വായിച്ച് അത് അപ്രകാരം കടന്നു പോകാറുണ്ട്. But we don't meditate this word. എങ്കിലുമോ ഈ വചനത്തെ നാം ധ്യാനിക്കാറില്ല. When He has chosen us, അവൻ എപ്പോഴാകുന്നു നമ്മെ തിരഞ്ഞെടുത്തത്? not 100 years before, 100 വർഷത്തിന് മുൻപല്ല, not 50 years before, 50 വർഷത്തിന് മുൻപല്ല, even before the foundation of the world. ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. How many hundreds of or thousands of years? എത്ര നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ, even billions of years before. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്. In the beginning, God created heaven and earth. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. All this world and everything God created in the beginning. ഈ ഭൂലോകവും അതിലുള്ള സകലത്തെയും അവൻ ആദ്യം മുതലേ സൃഷ്ടിച്ചു. Millions of years before, God created it. ദശലക്ഷ വർഷങ്ങൾക്ക് മുൻപേ അവൻ അത് സൃഷ്ടിച്ചു. After that, it became void and formless. അതിനുശേഷം ഭൂമി പാഴും ശൂന്യമായി കിടന്നു. The right time, He came down and work of other creation He has made. തക്ക സമയത്ത് അവൻ കടന്നു വരികയും മറ്റ് സൃഷ്ടിയുടെ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു. Heaven and earth from the beginning, or very long years before. ആകാശവും ഭൂമിയും വളരെ വർഷങ്ങൾക്ക് മുൻപാകുന്നു സൃഷ്ടിച്ചത്. First, He created heaven and earth. ആദ്യമേ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. But before that, God has planned, or He has chosen us. അതിനു മുൻപേ അവൻ നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കോണം പദ്ധതിയിട്ടിരുന്നു. So long years before. അനേക വർഷങ്ങൾക്ക് മുൻപേ. It is unimaginable by anyone. അത് ആർക്കും ചിന്തിക്കുവാൻ ചിന്തയുടെ അതീതമായി കാണപ്പെടുന്നു. It cannot be calculated by anyone. ഒരു മനുഷ്യരാലും അതിനെ കണക്ക് കൂട്ടുവാൻ പോലും സാധിക്കുകയില്ല. In such a way, even before the foundation of the world, even hills and heaven and earth were not formed, but we were formed in the mind of God. അപ്രകാരം ലോകസ്ഥാപനത്തിന് മുൻപേ കുന്നുകളും മലകളും സൃഷ്ടിക്കുന്നതിന് മുൻപേ നാം കർത്താവിന്റെ മനസ്സിൽ കാണപ്പെട്ടു. Such a wonderful thing God has made for each and every one of us. അപ്രകാരം നമ്മിൽ ഓരോരുത്തർക്കും വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു. In 1 Peter chapter 1 verse 2 when we read, 1 പത്രോസ് 1-ാം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, therefore Peter the apostle says, അപ്പോസ്തലൻ പത്രോസ് പ്രകാരം പറയുന്നു, elect according to the foreknowledge of God the Father. കർത്താവിന്റെ മുന്നറിവിന് ഒത്തവണ്ണം നമ്മെ വിളിച്ചിരിക്കുന്നു. How we are elected? എപ്രകാരമാകുന്നു നാം തിരഞ്ഞെടുത്തത്? According to the foreknowledge of God the Father. കർത്താവിന്റെ മുൻനിർണയ പ്രകാരം, പിതാവ് ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. So how many millions of years it is unimaginable. എത്ര വർഷങ്ങൾക്ക് മുൻപാകുന്നു നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നില്ല. But Father has elected us. പിതാവാം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. Through the sanctification of the Spirit unto obedience and sprinkling of the blood of Jesus Christ, He has elected us. തന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താലും നമ്മെ അവൻ തിരഞ്ഞെടുത്തു. In that mind, what He has planned, He was ready to implement all these years. അവന്റെ മനസ്സിലുള്ള പദ്ധതി ഈ നാളുകളിൽ അവൻ ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളവനായിരുന്നു. He had a desire to implement. തനിക്ക് അത് ചെയ്യുവാൻ തക്കവണ്ണം അവന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി. In middle, there are so many hindrances came. അതിന്റെ ഇടയ്ക്ക് അതിന്റെ നടുവിലായി അനേക തടസ്സങ്ങൾ കാണപ്പെട്ടു. Thousands of disturbance came. ആയിരക്കണക്കിന് തടസ്സങ്ങൾ അവിടെ കടന്നു വരികയുണ്ടായി. For an example, angels falling. ഉദാഹരണത്തിനായി ദൂതന്മാർ വീണുപോയി. They fell. Because of that, some disturbance came. അവർ വീണുപോയതിനാൽ ചില കലക്കങ്ങൾ അവിടെ കാണപ്പെട്ടു. Adam, he fell from that state. ആദാമും തന്റെ അവസ്ഥയിൽ നിന്ന് താൻ വീണുപോയി. There some disturbance came. അവിടെ ചില കലക്കങ്ങൾ കാണപ്പെട്ടു. Even people of Israel disobeyed. ഇസ്രായേൽ മക്കളും യഹോവയെ അനുസരിച്ചില്ല. So many things went against the will of God. അനേക കാര്യങ്ങൾ ദൈവഹിതത്തിന് വിരോധമായി കാണപ്പെട്ടു. Wherever God worked, devil also worked mightily.
എവിടെയെല്ലാം ദൈവം പ്രവർത്തിച്ചോ പിശാചും ശക്തിയോടെ പ്രവർത്തിക്കുകയുണ്ടായി. Wherever God tried to implement his plan and fulfill his mind, there devil also tried his level best to stop it. എവിടെയെല്ലാം ദൈവം തന്റെ പദ്ധതി നിവർത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുവോ അവിടെയെല്ലാം പിശാച് അതിനെ മാറ്റിക്കളവാൻ വേണ്ടി പ്രവർത്തിച്ചു. But despite all this hindrance, ഈ തടസ്സങ്ങൾക്ക് അതീതമായി in the right time, God chosen us. തക്ക സമയത്ത് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. God sent us into this world. ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചു. And he has given us salvation. അവൻ നമുക്ക് രക്ഷദാനമായി തന്നു. Given us baptism truth. അവൻ നമുക്ക് സ്നാനത്തിന്റെ സത്യത്തെ നൽകി തന്നു. And he has anointed us. അവൻ നമ്മെ അഭിഷേകം ചെയ്തു. He has given fellowship of saints. അവൻ നമുക്ക് വിശുദ്ധന്മാരുമായ കൂട്ടായ്മ തന്നു. He revealed his plan as well. അവൻ തന്റെ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി തന്നു. That plan he never changed. ആ പദ്ധതി അവൻ ഒരു നാളും മാറ്റിയില്ല. He never said, I can't execute that plan because of this disturbance came in middle. ഈ തടസ്സങ്ങൾ കടന്നു വന്നതിനാൽ എനിക്ക് ഈ പദ്ധതി നടത്തുവാൻ കഴിയുകയില്ല എന്ന് അവൻ ഒരു നാളും പറഞ്ഞില്ല. He was ready to execute. That's why that amber color, the readiness it shows. താൻ പ്രവർത്തി ചെയ്യുവാന്റെ കോണം ഒരുക്കമായിരുന്നു. അതിനാലാകുന്നു ആ ശുക്ലസ്വർണ്ണത്തിന്റെ നിറം കാണപ്പെട്ടത്. Never changed his plan. തന്റെ പദ്ധതി അവൻ ഒരു നാളും മാറ്റിയില്ല. If he changed his plan, we would not be sitting here. തന്റെ പദ്ധതി അവൻ മാറ്റിയിരുന്നുവെങ്കിൽ നാം ഒരു നാളും ഇവിടെ ഇരിക്കുകയില്ല. But he was very firm in his plan till this time. That's why we are here this evening time. ഈ നിമിഷം വരെയും തന്റെ പദ്ധതിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു. ആയതിനാലാകുന്നു ഈ സന്ധ്യാസമയത്ത് നാം ഇവിടെ ആയിരിക്കുന്നത്. In Romans chapter 9:11 when we read, റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, for the children being not yet born and neither having done any good or evil, that the purpose of God according to the election might stand, not of works but of him that calleth. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പ് പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. In Sunday service also I told one thing, you might have listened that. ഞായറാഴ്ചയും ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നു. In the book of Titus it is written, തീത്തോസിന്റെ ലേഖനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, it is not according to our righteousness, നമ്മുടെ നീതി പ്രകാരമല്ല, but how he has chosen us. എപ്രകാരമാകുന്നു അവൻ നമ്മെ വിളിച്ചത്. 3rd chapter 5th verse when we read, 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, not by works of righteousness which we have done, അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, but according to his mercy he saved us. തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. Even we can say like this, നമുക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കും, not by works of our unrighteousness which we have done, he has not rejected us, നാം നമ്മുടെ അനീതി ചെയ്തതിനാൽ അവൻ നമ്മെ തിരസ്കരിച്ചില്ല, but according to his mercy he saved us. അവന്റെ കരുണപ്രകാരം അവൻ നമ്മെ രക്ഷിച്ചു. By the works of righteousness he has not chosen us, നമ്മുടെ നീതി പ്രവൃത്തികളാൽ അല്ല അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. by our works of unrighteousness he has not rejected us. നമ്മുടെ അനീതി പ്രകാരം അവൻ നമ്മെ തിരസ്കരിച്ചില്ല. You follow me now? Both the things are very much important. രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള കാര്യമാകുന്നു. If he has not counted our righteousness means, നമ്മുടെ നീതിയെ അവൻ കണക്കിട്ടിട്ടില്ല. he has not counted our unrighteousness also. അവൻ നമ്മുടെ അനീതിയും കണക്കിട്ടിട്ടില്ല. He has not counted our foolishness. നമ്മുടെ ഭോഷത്വവും അവൻ കണക്കിട്ടില്ല. By our works of righteousness we are not saved, നമ്മുടെ നീതി പ്രവൃത്തികളാൽ അല്ല നാം രക്ഷിക്കപ്പെട്ടത്, but by the grace of God we are saved. കർത്താവിന്റെ കരുണപ്രകാരം അത്രേ, കരുണയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടത്. 2 Timothy chapter 1 verse 9. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. Who hath saved us and called us with a holy calling, not according to our works, but according to his own purpose and grace, which was given us in Christ Jesus before the world began. Who hath saved us and called us with an holy calling, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും, not according to our works. നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. In that good or bad or both are included. അതിൽ നല്ലതും തീയതും അത് രണ്ടും അടങ്ങിയിരിക്കുന്നു. Our righteous work or unrighteous works, that is not at all counted. നമ്മുടെ നീതി പ്രവർത്തികളോ അനീതി പ്രവർത്തികളോ രണ്ടും കണക്കിട്ടില്ല. But according to his own purpose and grace. തന്റെ കൃപയാലും തന്റെ മുന്നറിയിപ്പിനാലും താൻ വിളിച്ചു. According his purpose. തന്റെ പദ്ധതി പ്രകാരം. What is his purpose? തന്റെ പദ്ധതി ഉണ്ടാകുന്നു. It is not a recent purpose. അത് അടുത്തിടയ്ക്കുള്ള പദ്ധതിയായിരുന്നില്ല. It is an eternal purpose. അത് നിത്യമായ പദ്ധതിയായിരുന്നു. Because eternally he purposed us. എന്തുകൊണ്ടെന്നാൽ നിത്യമായി അവൻ നമുക്ക് വേണ്ടി പദ്ധതിയിട്ടു. Eternally he loved us. നിത്യമായി അവൻ നമ്മെ സ്നേഹിച്ചു. Eternally he selected
or elected us. ആ നിത്യതയിൽ നമ്മെ തിരഞ്ഞെടുത്തു. We can't ask this question, why you have chosen me? നമുക്ക് ഇപ്രകാരം ചോദിക്കുവാൻ സാധിക്കില്ല, നീ എന്തുകൊണ്ടാകുന്നു എന്നെ തിരഞ്ഞെടുത്തത്? Others can't use, why you have not chosen me? മറ്റുള്ളവർക്ക് എന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്നും ചോദിക്കാൻ I am സാധ്യമല്ല. righteous. ഞാൻ നീതിമാനാകുന്നു, And why you are not choosing me? നീ എന്തുകൊണ്ടാകുന്നു എന്നെ തിരഞ്ഞെടുക്കാതിരുന്നത്? And he is not better than me, but you have chosen, why you have not chosen me? No one can ask. ഇവൻ എന്നെക്കാൾ മേന്മയുള്ളവനല്ല എങ്കിലും അവനെ തിരഞ്ഞെടുത്തു, എന്നെ തിരഞ്ഞെടുത്തില്ല, അപ്രകാരം ആർക്കും ചോദിക്കുവാൻ സാധ്യമല്ല. It is the will of God, അത് ദൈവത്തിന്റെ ഹിതമാകുന്നു, sovereign will of our Father. ദൈവത്തിന്റെ പൂർണ്ണ ഹിതമാകുന്നു. That's why word of God says, അതിനാലാകുന്നു തിരുവചനം പറയുന്നത്. Romans chapter 9 verse 11, once again when we read, റോമാലേഖനം 9 അധ്യായം അതിന്റെ 7 വാക്യം ഒരിക്കൽ കൂടി നാം the വായിക്കുമ്പോൾ, children being yet not born, കുട്ടികൾ ജനിക്കുന്നതിന് മുൻപേ neither having done any good or evil, ഗുണമാകട്ടെ ദോഷമാകട്ടെ പ്രവർത്തിക്കുന്നതിന് that മുൻപേ the purpose of God according to the election might stand. തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയ പ്രവർത്തികൾ And God said, I have chosen Jacob. ദൈവപ്രകാരം പറഞ്ഞു, ഞാൻ യാക്കോബിനെ I തിരഞ്ഞെടുത്തിരിക്കുന്നു, have rejected Esau. ഞാൻ യേശാവിനെ തിരസ്കരിച്ചിരിക്കുന്നു. Esau could not ask, why you have not chosen me? യേശാവിന് പ്രകാരം ചോദിക്കുവാൻ സാധ്യമല്ല, എന്തുകൊണ്ടാകുന്നു അവൻ എന്നെ തിരഞ്ഞെടുക്കാതിരുന്നത്? God accepted Abel and his sacrifice. കർത്താവ് ആബേലിനെയും അവന്റെ യാഗത്തെയും പ്രസാദിച്ചു. God did not accept Cain and his sacrifice. ദൈവം കായിനെയും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. No one can ask. ആർക്കും അപ്രകാരം ചോദിക്കുവാൻ സാധ്യമല്ല. We can give interpretation, that's all. നാം ഇപ്രകാരം അതിന്റെ പരിവർത്തനം പറയുവാൻ സാധിക്കും. But God is his own will. എന്നാലോ ദൈവം തന്റെ ഹിതപ്രകാരം ചെയ്തു. And before their birth, God told, I have chosen Jacob. അവരുടെ ജനനത്തിന് മുൻപേ ദൈവപ്രകാരം പറഞ്ഞു, ഞാൻ യാക്കോബിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, And I have loved him. ഞാൻ അവനെ സ്നേഹിച്ചിരിക്കുന്നു, And I have chosen him. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Dear child of God, പ്രിയ ദൈവവേദലേ, even in the life of David, ദാവീദിന്റെ ജീവിതത്തിലും God said, I ദൈവപ്രകാരം have seen a man, he will do according my own heart. എന്റെ ഹൃദയത്തിന് ഏറ്റപ്രകാരം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. In his life there were many shortcomings, അവന്റെ ജീവിതത്തിൽ അനേക കുറവുകളുണ്ടായിരുന്നു. but God has chosen him. എങ്കിലുമോ ദൈവം അവനെ തിരഞ്ഞെടുത്തു. God's plan for his future had to be executed through him. Therefore God chosen him. തന്റെ ഭാവി അവനിലൂടെ ദൈവത്തിന്റെ ഭാവി അവനിലൂടെ നടത്തണമായിരുന്നു. ആയതിനാലാകുന്നു ദൈവം അവനെ തിരഞ്ഞെടുത്തത്. In that way we are also chosen. അപ്രകാരം തന്നെ നാമം And തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. we must be grateful to the Lord. നാം ദൈവത്തോട് നന്ദിയുള്ളവരായി കാണപ്പെടണം. We should not boast anyhow. നാം ഒരിക്കലും അപ്രകാരം പ്രശംസിക്കരുത്. And this because of my good prayer or praising or dedication. എന്റെ പ്രാർത്ഥനയാലോ എന്റെ സ്തുതിയാലോ എന്റെ പ്രതിഷ്ഠയാലോ അപ്രകാരം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നാം ചിന്തിക്കരുത്. No human being can boast in his presence. ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദിക്കുവാൻ സാധ്യമല്ല. Therefore God execute his plan concerning our life. ആയതിനാലാകുന്നു നമ്മെക്കുറിച്ചുള്ള അവന്റെ പദ്ധതി അവൻ നമ്മിൽ നിറവേറ്റുന്നത്. The purpose of God according to the election might stand, not of works but of him that calleth. Romans 9:11. റോമാലേഖനം 9 അധ്യായം 11. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. Yes. Now ultimate all authority, power, everything belongs to God. ഇപ്പോൾ എല്ലാ അധികാരവും ശക്തിയും എല്ലാം ദൈവത്തിനാകുന്നുള്ളത്. Even the purpose of God according to the election might stand, not of works but of him that calleth. ദൈവനിർണയപ്രകാരമുള്ള പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ. It was said unto her, the elder shall serve the younger. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളിച്ചെയ്തു. It is written, Jacob I have loved, Esau have I hated. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് What shall we എഴുതിയിരിക്കുന്നു. say then? ആകയാൽ നാം എന്ത് പറയേണ്ടു? Is there any unrighteous with God? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? God forbid. ഒരു നാളുമില്ല. He saith unto Moses, I will have mercy on whom I will have mercy, I will have compassion on whom I will have compassion. അവൻ മോശയോട് പ്രകാരം അരുളി ചെയ്യുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. In short, what we can say? ചുരുക്കമായി നമുക്ക് എന്താന്ന് പറയാൻ God's സാധിക്കുന്നത്, mercy is upon us. കർത്താവിന്റെ കരുണ നമ്മുടെ മേലുണ്ട്. His compassion is upon us. അവന്റെ കനിവ് നമ്മുടെ മേലുണ്ട്. That is the greatness of our life. നമ്മുടെ ജീവിതത്തിന്റെ മേന്മയും അതാകുന്നു. If anything we have to boast upon the mercies of God and compassion of God, we can boast. നമുക്ക് എന്തെങ്കിലും പ്രശംസിക്കുവാനുണ്ടെങ്കിൽ അവന്റെ കരുണയിലും അവന്റെ കനിവിലും മാത്രമാകുന്നു പ്രശംസിക്കാനുള്ളത്. We were worse than Jacob or worse than Esau. നാം യാക്കോബിനേക്കാളും ഇല്ലെങ്കിൽ യേശാവിനേക്കാളും അരിഷ്ടരായിരുന്നു. But God has chosen us. എങ്കിലുമോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. And he says, my mercy is on you.
അവന് പ്രകാരം പറയുന്നു, എന്റെ കരുണ നിന്റെ മേലുണ്ട്. Now that's why in Isaiah 51:1 it is written, ആയതിനാലാകുന്നു യെശയ്യാ പ്രവചനം 51 അധ്യായം 1 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, look into the rock whence ye are hewn, and the hole of pit whence ye are digged. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. So from where we are digged out, നിങ്ങളെ വെട്ടിയെടുത്ത് എവിടുന്നാകുന്നു വെട്ടിയെടുത്തത്, and hole of pit whence we are digged, നിങ്ങളെ എവിടെ നിന്നാകുന്നു കുഴിച്ചെടുത്തത്, from there we have to look, അവിടെ നിന്നാകുന്നു നാം നോക്കേണ്ടത്. and supposed to be destroyed with this world, ഈ ലോകത്തിലൂടെ നാം നശിക്കപ്പെടേണ്ടതാകുന്നു. but God has chosen us. എങ്കിലുമോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. His election now he is fulfilling. അവന്റെ പ്രവൃത്തി, ആ തിരഞ്ഞെടുപ്പിന്റെ പ്രവൃത്തി ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ That's why നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. word of God says, അതിനാലാകും തിരുവചന പ്രകാരം പറയുന്നത്, we have to make diligence of our calling and election to make sure. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പിക്കേണ്ടതാകുന്നു. 2 Peter 1st chapter 10th verse when we read, 2 പത്രോസ് 1 അധ്യായം 10 വാക്യം വായിക്കുമ്പോൾ, wherefore rather brethren give diligence to make your calling and election sure, for if you do and these things ye shall never fall. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. My God has chosen. എന്റെ ദൈവമാകുന്നു എന്നെ വിളിച്ചത്. My God has planned for me. എന്റെ ദൈവമാകുന്നു എനിക്ക് വേണ്ടി പദ്ധതിയിട്ടത്. My God is working in me. എന്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. In the right time he saved me. തക്ക സമയത്ത് അവൻ എന്നെ രക്ഷിച്ചു. So we have to give glory to God. We have to exalt God. അതിനാൽ നാം ദൈവത്തിന്റെ സ്തുതിയും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യണം. Many times we say, I love God. I am dedicated to God. അനേക സന്ദർഭങ്ങളിൽ നാം പ്രകാരം പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, ഞാൻ ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നു. It is human nature. അത് മാനുഷികമായ സ്വഭാവമാകുന്നു. And whatever little things they do for God, they publish it. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യം, അല്പമായ കാര്യം അവർ ഇപ്രകാരം വലുതായി കാണുന്നു. Oh, I prayed 1 hour. ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. I did this dedication or this sacrifice. ഞാൻ ഇപ്രകാരം പ്രതിഷ്ഠിക്കപ്പെടുകയും ഈ യാഗം കഴിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്തു. I have this consecration. എനിക്ക് ഇപ്രകാരം ഒരു പ്രതിഷ്ഠയുണ്ട്. Our consecration is nothing. നമ്മുടെ പ്രതിഷ്ഠ ഒന്നുമില്ല. We have to do. നാം അത് ചെയ്യണം. But at the same time, that is nothing. അതേ സമയം അത് ഒന്നുമില്ലാതെ കാണപ്പെടുന്നു. In that we should not boast. അതിൽ നാം പ്രശംസിക്കരുത്. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, in our life, നമ്മുടെ ജീവിതത്തിൽ when we think about calling and election, നാം വിളിയെയും തിരഞ്ഞെടുപ്പിനെയും പറ്റി കാണുമ്പോൾ we will never fall. നാം ഒരു നാളും വീഴുകയില്ല. What a wonderful statement. അത് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു It is പ്രസ്താവനയാകുന്നത്. a powerful statement, isn't it? അത് വളരെ ശക്തിയേറിയ ബലവത്തായ What പ്രസ്താവനയാകുന്നല്ലേ. they will come and say, പിശാചിന്താകുന്നു കടന്നു പറയുന്നത്, you may fall. നിങ്ങൾ വീണുപോകും. If it not today, tomorrow. ഇന്നില്ല എങ്കിൽ നാളെ. And you are human being. നീ മനുഷ്യനാകുന്നു. As such a great saint fallen, you are about to fall. ഇത്ര വലിയ ഒരു വിശുദ്ധൻ വീണുപോയി, നിങ്ങളും വീഴുവാൻ പോകുന്നു. And what is your spiritual life? നിങ്ങളുടെ ആത്മീയ ജീവിതം എന്തായി You are കാണപ്പെടുന്നു? just a beginner. നിങ്ങളൊരു തുടക്കക്കാരൻ You മാത്രമാകുന്നു. don't have any strength. നിങ്ങൾക്ക് യാതൊരു ബലവുമില്ല. You can't stand in this battlefield. നിങ്ങൾക്ക് ഈ യുദ്ധകളത്തിൽ നിൽക്കുവാൻ സാധ്യമല്ല. But what the word of God says, എന്നാൽ ദൈവജനം എന്താകുന്നു you പറയുന്നത്, will never fall. നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകുകയില്ല. Never means never. നിങ്ങൾ ഒരു നാളും മീൻസ് ഒരു നാളും ഇടറിപ്പോകുകയില്ല. Why? എന്താ ഉണ്ടാകുന്നു? How? Saint Peter can say that word? എപ്രകാരമാകുന്നു വിശുദ്ധ പത്രോസിന് പ്രകാരം പറയുന്നത്? Because God is holding us. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ The പിടിച്ചിരിക്കുന്നു. unsigned hand of God is upon us. ആ കർത്താവിന്റെ അദൃശ്യകരം നമ്മുടെ മേലായിരിക്കുന്നു. He is upholding us. അവൻ നമ്മെ താങ്ങുന്നു. He is embracing us. അവൻ നമ്മെ ആശ്ലേഷിക്കുന്നു. He is counseling us. അവൻ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. Whether we fall or stand, we are falling in His hand. നാം വീഴുകയോ നിൽക്കുകയോ ചെയ്യുവാനാലും നാം അവന്റെ കരങ്ങളിലാകുന്നു വീഴുന്നത്. We are graven in His hands. നാം അവന്റെ കരങ്ങളിൽ If I വരയ്ക്കപ്പെട്ടിരിക്കുന്നു. fall also in His hand, only I fall. ഞാൻ വീഴുവാണെങ്കിലും അവന്റെ കരങ്ങളിൽ മാത്രമേ If I വീഴുകയുള്ളൂ. stand also in His hand, only I stand. ഞാൻ നിൽക്കുവാണെങ്കിലും അവന്റെ കരങ്ങളിലാകുന്നു If I നിൽക്കുന്നത്. run also in His hand, only I run. ഞാൻ ഓടുമ്പോഴും അവന്റെ കരങ്ങളിലാകുന്നു And നിൽക്കുവാടുന്നത്. whatever happens, without His knowledge, nothing happens. എന്ത് സംഭവിച്ചാലും അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. Whether I stand or fall, He is responsible for it. ഞാൻ നിൽക്കുകയോ വീഴുകയോ ചെയ്താലും അവനാകുന്നതിന്റെ For ഉത്തരവാദി. each and every one of us, He shows His eternal plan. നമ്മോട് ഓരോരുത്തരോടും അവന്റെ നിത്യമായ പദ്ധതി അവൻ നമുക്ക് കാണിച്ചു തരുന്നു. And therefore, we think about our election. ആയതിനാലാകുന്നു നമ്മുടെ വിളിയെപ്പറ്റി നാം ചിന്തിക്കേണ്ടത്. The mind of God. ദൈവത്തിന്റെ മനസ്സിനെ പറ്റി. And I was conceived in the mind of God. ഞാൻ കർത്താവിന്റെ മനസ്സിൽ കാണപ്പെട്ടു. And He planned for me. അവൻ എനിക്ക് വേണ്ടി പദ്ധതിയിട്ടു. And everything happened according His will. അവന്റെ ഹിതപ്രകാരമാകുന്നു സകലവും സംഭവിക്കുന്നത്. That's why St. Paul says, ആയതിനാലാകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത്, all things work together for good. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. And to them that love God, to them who are called according His purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് All things, whether they stand, fall, run,
everything happens for their good. സകലവും അവർ ഓടുകയാണെങ്കിലും നിൽക്കുവാണെങ്കിലും എന്ത് സംഭവിച്ചാലും അത് കർത്താവിനാവുന്നു സംഭവിക്കുന്നത്. Dear child of God, let us commit and think about that calling and be grateful to the Lord. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആ വിളിയെ നാം ഓർത്തുകൊണ്ട് കർത്താവിന് നന്ദിയുള്ളവരായി കാണപ്പെടാം. God never repents why I call this person. ഈ മനുഷ്യനെ എന്തുകൊണ്ടാകുന്നു വിളിച്ചെന്ന് ദൈവം ഒരു നാളും അനുദപിക്കുകയില്ല. Till the last breath of our life, God never regrets. നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ദൈവം അനുദപിക്കുകയില്ല. If a person choose a wrong thing and go to hellfire, after that God may regret. ഒരു മനുഷ്യൻ തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് തീച്ചൂളയിലേക്ക് കടന്നു പോകുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം അനുദപിച്ചേക്കാം. But till as long as life is there, he never regret. ശ്വാസമുള്ളിടത്തോളം കാലം അവൻ ഒരിക്കലും അനുദപിക്കുകയില്ല. Romans 11:29. റോമാലേഖനം 11 അധ്യായം അതിന്റെ 29 വാക്യം. The gifts and the calling of God are without repentance. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. And never he regret or he repent of the gift and calling. തന്റെ വിളിയെയും കൃപാവരങ്ങളെയും കുറിച്ച് അവൻ ഒരിക്കലും അനുദപിക്കുന്നില്ല. He is very firm in that. താൻ അതിൽ വളരെ സ്ഥിരമായി കാണപ്പെടുന്നു. What I have done, that is right. ഞാൻ ചെയ്തത് ശരിയാകുന്നു. We may regret. ഒരുപക്ഷെ നാം അനുദപിച്ചേക്കാം. And we may think God may be regretting. നാം ഇപ്രകാരം ചിന്തിച്ചേക്കാം, ഒരുപക്ഷെ കർത്താവിന് പ്രയാസം കണ്ടേക്കാം, And അല്ലെങ്കിൽ such type of thoughts, it comes. അപ്രകാരം ഒരു ചിന്ത നമുക്ക് കടന്നു വന്നേക്കാം. But when we look our life, നമ്മുടെ ജീവിതത്തെ പറ്റി നാം നോക്കുമ്പോൾ now God may be regretting. ഒരുപക്ഷെ കർത്താവ് But what the അനുദപിക്കുന്നുണ്ടായിരിക്കാം. word of God says, എന്നാൽ തിരുവചനം എന്താകുന്നു പറയുന്നത്, he never regret. അവൻ ഒരു നാളും അനുദപിക്കുകയില്ല. Dear child of God, പ്രിയ ദൈവവേദലേ, in our life also, നമ്മുടെ ജീവിതത്തിലും we must have that confidence, my God still working in my life. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നൊരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടണം. Then our life will be successful. അപ്പോൾ നമ്മുടെ ജീവിതം അത് ധന്യമായി തീരും. In this world, election happens everywhere. ഈ ലോകത്തിൽ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. People are electing. ജനങ്ങളാകുന്നു തിരഞ്ഞെടുക്കുന്നത്. They have power. അവർക്ക് അധികാരമുണ്ട്. Equally, they have rights. അവർക്ക് ഒരുപോലെയുള്ള അധികാരമാകുന്നുള്ളത്. If a person having voting right, ഒരു മനുഷ്യന് വോട്ടിംഗിന്റെ അധികാരമുണ്ടെങ്കിൽ he has equal power in that aspect with the president or prime minister or any other MP or MLA. പ്രസിഡന്റിനോ പ്രൈം മിനിസ്റ്ററിനോ അല്ലെങ്കിൽ എംപിക്കോ MLAക്കോ ഉള്ള അതേ അധികാരം തന്നെയാകുന്നു ആ ഇലക്ടർ വോട്ട് ചെയ്യുന്ന ആൾക്കുമുള്ളത്. For me also one vote. എനിക്കും ഒരു വോട്ട്. For prime minister also one vote. പ്രധാനമന്ത്രിക്കും ഒരു വോട്ട്. He can't cast two votes. പ്രധാനമന്ത്രിക്ക് 2 വോട്ട് ഇടുവാൻ സാധ്യമല്ല. I can't give up my voting power. എന്റെ വോട്ട് ചെയ്യാനുള്ള അധികാരത്തെ എനിക്ക് ഉപേക്ഷിക്കുവാനും സാധ്യമല്ല. In such a way, all those who are in the voter list have equal power. ആ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്ക് എല്ലാവർക്കും ഒരേ അധികാരമാകുന്നു ഉള്ളത്. They exercise their power. അവരുടെ അധികാരം അവർ രേഖപ്പെടുത്തുന്നു. They choose MPs, MLAs. അവർ അപ്രകാരം MPമാരെയും MLAമാരെയും തിരഞ്ഞെടുക്കുന്നു. And from their midst, they are choosing prime minister. അവരിൽ നിന്നും അവർ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു. Like that election process is different. അപ്രകാരം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് വളരെ വ്യത്യസ്തമാകുന്നു. But in the kingdom of God, എങ്കിലുമോ ദൈവത്തിന്റെ രാജ്യത്തിൽ it is totally opposite. അത് നേരെ വിപരീതമായി കാണപ്പെടുന്നു. It is God chooses. ദൈവമാകുന്നു നമ്മെ തിരഞ്ഞെടുത്തത്. It is God works on our behalf. നമുക്ക് വേണ്ടി ദൈവമാകുന്നു പ്രവർത്തിക്കുന്നത്. Such a wonderful work God has done. അപ്രകാരം അതിശയകരമായ പ്രവൃത്തി ദൈവം If the ചെയ്തിരിക്കുന്നു. election power given in the hands of human being, no one would have selected us. തെരഞ്ഞെടുപ്പിന്റെ അധികാരം മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ ആരും നമ്മെ തെരഞ്ഞെടുക്കുകയില്ലായിരുന്നു. If I stand in election, who would elect me? ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ആരാകുന്നു എന്നെ തിരഞ്ഞെടുക്കുന്നത്? And no one would select me. Even I would have not got deposit. I would have lost my deposit. ആരും എന്നെ തിരഞ്ഞെടുക്കുകയില്ല. ഞാൻ കെട്ടിവെച്ച പണം പോലും എനിക്ക് കിട്ടുകയില്ല. In such a way, I would have lost it. അപ്രകാരം ഞാൻ തോറ്റുപോകുമായിരുന്നു. No one would have selected. ആരും എന്നെ തിരഞ്ഞെടുക്കുകയില്ലായിരിക്കാം. Clever people, ബുദ്ധിയുള്ള ജനങ്ങൾ, fair people, നല്ല സാമർഥ്യമുള്ളവർ, able people are there. കഴിവുള്ളവരുണ്ട്. And they are very skilled in many aspects. അവർ അനേക കാര്യങ്ങൾ കഴിവ് തെളിയിച്ചവരാകുന്നു. That's why people, they are selecting them, not us. ആയതിനാലാകുന്നു അവരെ തിരഞ്ഞെടുക്കും, നമ്മെ തിരഞ്ഞെടുക്കുന്നില്ല. They want to do all things against us. നമുക്ക് വിരോധമായി സകലവും ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു. Because God elected us. എന്തുകൊണ്ടെന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനാൽ. Because God elected us, He elected us. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനാൽ അവർ നമ്മെ തിരഞ്ഞെടുക്കുന്നു. His election has elected each and every one of us. നമ്മെ ഓരോരുത്തരെയും അവന്റെ തിരഞ്ഞെടുപ്പാകുന്നു തിരഞ്ഞെടുത്തത്. Otherwise, we will not be here in salvation or in the plan of God. അല്ല എങ്കിൽ നാം ഇവിടെ രക്ഷയിലോ ദൈവത്തിന്റെ പദ്ധതിയിലോ കാണപ്പെടുകയില്ലായിരിക്കും. God has given a power everyone to choose God. ദൈവം ഓരോരുത്തർക്കും ദൈവത്തെ തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു അധികാരം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നു. Salvation belongs to everyone.
രക്ഷ എല്ലാവർക്കും ഉള്ളതാകുന്നു. But in that also, a selection for New Jerusalem, it is in the hand of God. അതിലും പുതിയ യെരൂശലേമിന്റെ തിരഞ്ഞെടുപ്പ് അത് ദൈവത്തിന്റെ കരങ്ങളിലാകുന്നു ഉള്ളത്. John the Gospel, 3rd chapter, 16th verse, when we read, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, God so loved the world, ദൈവം ലോകത്തെ സ്നേഹിച്ചു, he gave his only begotten son, തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്നു. whosoever believeth in him അവനിൽ വിശ്വസിക്കുന്ന ഏവനും should not perish but have everlasting life. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. Why God the Father gave Son Jesus Christ into this world? എന്തുകൊണ്ടാകുന്നു പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് തന്നത്? Whosoever believeth, ആരവനിൽ വിശ്വസിച്ചാലും, whichever language, whichever religion he may be, ഏത് ഭാഷയിലും ഏത് മതത്തിലും ആയിരുന്നാലും, if he believe Jesus, അവർ യേശുവിനെ he വിശ്വസിക്കുമ്പോൾ will not perish. അവൻ നശിച്ചു പോകുകയില്ല. He will not go to hellfire. അവർ നരകാഗ്നിയിലേക്ക് കടന്നു പോവുകയില്ല. From hellfire he can escape. അവർ ആ നരകാഗ്നിയിൽ നിന്ന് അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. He will have everlasting life. അവർക്ക് നിത്യജീവനുണ്ട്. A heaven or escape from hellfire, heavenly life is for that person. ഇല്ലെങ്കിൽ നരകാഗ്നിയിൽ നിന്നും രക്ഷ പ്രാപിച്ചവർക്ക് ഒരു സ്വർഗ്ഗം അവർക്കുണ്ട്. But it is not written he will go to Zion or he will go to Jerusalem. അവർ സിയോനിലേക്കോ പുതിയ യെരൂശലേമിലേക്കോ കടന്നു പോകുന്നു എഴുതിയിട്ടില്ല. In 1 Timothy chapter 2 verse 4, when we read, 1 തിമോഥെയോസ് 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, who will have all men to be saved and come to the knowledge of the truth. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. Yes. What is the desire of God? ദൈവത്തിന്റെ ആഗ്രഹം എന്താകുന്നു? All men to be saved. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. No one should perish. ആരും നശിച്ചു പോകരുത്. All men to saved എല്ലാവരും രക്ഷിക്കപ്പെടണം. and come to the knowledge of the truth. സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരണം. At least salvation they must get. കുറഞ്ഞപക്ഷം രക്ഷയെങ്കിലും അവർ പ്രാപിക്കണം. And at least they must escape from hellfire. അവർ നരകത്തീയിൽ നിന്നും രക്ഷ പ്രാപിക്കണം. You understand the difference? നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കുന്നു. And salvation is different. രക്ഷ വ്യത്യസ്തമാകുന്നു. Chosen by God for New Jerusalem and Zion is different. ദൈവത്താൽ പുതിയ യെരൂശലേമിലേക്കും സിയോനിലേക്കും വിളിക്കപ്പെടുന്നു, അതും വ്യത്യാസമാകുന്നു. And in this world, for an example, the penitent thief, ഉദാഹരണമായി കള്ളനെ പറ്റി നാം പഠിക്കുമ്പോൾ, on the cross of Calvary, കാൽവരി ക്രൂശിൽ he received Jesus. താൻ യേശുവിനെ സ്വീകരിച്ചു. And he escaped from hellfire. താൻ ആ നരകത്തീയിൽ നിന്നും രക്ഷ പ്രാപിച്ചു. That's all. അത്രയേ ഉള്ളൂ. That was the desire. Both of them must be saved. ആ രണ്ടുപേരും രക്ഷ പ്രാപിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. But one rejected Jesus. ഒരാൾ കർത്താവിനെ തിരസ്കരിച്ചു, And another one received Jesus. മറ്റൊരാൾ യേശുവിനെ സ്വീകരിച്ചു. He escaped from hellfire. താൻ ആ നരകത്തീയിൽ നിന്നും രക്ഷ He പ്രാപിച്ചു. went to paradise that same day. താൻ ആ ദിവസം തന്നെ പരദീസിലേക്ക് കടന്നുപോയി. Be a child of God. പ്രിയ ദൈവവേദലേ, Like that, anyhow, people must escape from hellfire. അപ്രകാരം ഏത് വിധേനയും ജനങ്ങൾ ആ നരകത്തീയിൽ നിന്നും രക്ഷ പ്രാപിക്കണം. I have seen many people in the last breath of life receiving Jesus. ഞാൻ അനേകരെ അവരുടെ അവസാന ശ്വാസത്തിൽ യേശുവിനെ സ്വീകരിച്ചതായി കണ്ടിട്ടുണ്ട്. And there was a family in Delhi. ഒരു കുടുംബം ഡൽഹിയിലുണ്ടായിരുന്നു. He was a military officer, താനൊരു പട്ടാളക്കാരനായിരുന്നു. a retired military officer. താൻ റിട്ടയർ ആയ ഒരു His പട്ടാളക്കാരനായിരുന്നു. wife was a believer. തന്റെ ഭാര്യ നമ്മുടെ വിശ്വാസിയായിരുന്നു. He started coming to our meetings. താൻ നമ്മുടെ കൂട്ടങ്ങൾ കടന്നു വരികയുണ്ടായി. One of our pastor in the meeting preached against Hindu goddesses. ഒരു പാസ്റ്റർ ഒരു യോഗത്തിൽ ഹിന്ദു ദൈവങ്ങളെതിരായി പ്രസംഗിക്കുകയുണ്ടായി. He got offended. തനിക്ക് താൻ പ്രതിരോധത്തിലായി. He stopped coming meetings. താൻ കൂട്ടത്തിന് കടന്നു വരാതെയായി. Whenever I visit or we visit, he used to simply get up and go. ഞങ്ങൾ എപ്പോഴെല്ലാം വിസിറ്റ് ചെയ്ത് അവിടെ പോകുമ്പോഴും താൻ എഴുന്നേറ്റ് He പോകുമായിരുന്നു. won't argue, but he used to get up and go. താൻ തർക്കിക്കുകയില്ല, പക്ഷേ താൻ എഴുന്നേറ്റ് പോകുമായിരുന്നു. That sister sincerely prayed. ആ സഹോദരി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. One day he told, ഒരു ദിവസം താൻ ഇപ്രകാരം I പറയുണ്ടായി, want to meet Brother Charles. എനിക്ക് ബ്രദർ ചാൾസിനെ കാണണം. It was December 26th or 27th. അതൊരു ഡിസംബർ മാസം 26 25 ആയിരുന്നു. Immediately I went there. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ കടന്നുപോയി. And I spoke to him. ഞാൻ തന്നോട് സംസാരിച്ചു. By the grace of God, I could lead him to salvation. ദൈവകൃപയാൽ തന്നെ രക്ഷയിലേക്ക് നടത്തുവാൻ എനിക്ക് സാധിച്ചു. And the sinner's prayer I told, and he repeated that. പാപികളുടെ പ്രാർത്ഥന ഞാൻ പറയുകയുണ്ടായി, തന്നത് പറയുകയുണ്ടായി. He said, I asked him to repeat, Jesus, be merciful on me. താൻ പ്രകാരം പറയുവാൻ ഞാൻ പറയുകയുണ്ടായി, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയുവാൻ And പറയുന്നു. at least 2.5 hours I spent with him. ഏകദേശം 2.5 മണിക്കൂറോളം ഞാൻ തന്നോട് കൂടെ ചെലവഴിച്ചു. And after that, he did not go out of his house. അതിനുശേഷം തന്റെ ഭവനത്തിൽ താൻ വെളിയിൽ He had പോയില്ല. many friends before. തനിക്ക് അനേക He കൂട്ടുകാരുണ്ടായിരുന്നു. stopped going out. താൻ വഴിയിൽ പോകുന്നത് നിർത്തി. January 2nd, I went for Trivandrum convention. I started my journey. ജനുവരി 2-ാം തീയതി ഞാൻ തിരുവനന്തപുരം കൺവെൻഷനിലേക്ക് കടന്നു പോകാൻ ഞാൻ യാത്ര തുടർന്നു. That time I got a phone call. ആ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചു. They told he is sick. അവർ ഇപ്രകാരം പറഞ്ഞു, താൻ രോഗാവസ്ഥയിലായിരിക്കുന്നു. Servants of God went there. കർത്താവിന്റെ ശുശ്രൂഷക്കാർ അവിടെ കടന്നുപോയി. And they prayed. അവർ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Peaceably he slept.
സമാധാനത്തോടെ താൻ ഉറങ്ങി. After that, in the few days, just 5-6 days or 1 week, God has prepared his life for life. അതിനുശേഷം 5-6 ദിവസം, ഒരു ആഴ്ചയ്ക്ക് ശേഷം ദൈവം തന്റെ ജീവിതത്തെ നിത്യജീവനായി രൂപാന്തരപ്പെടുത്തുകയുണ്ടായി. God showed mercy on him. ദൈവം തന്നോട് കരുണ കാണിച്ചു. But we can't claim he has gone to New Jerusalem or Zion. താൻ പുതിയ യെരൂശലേമിലോ സിയോനിലോ കടന്നുപോയി നമുക്ക് പറയാൻ Just സാധ്യമല്ല. he got salvation. തനിക്ക് രക്ഷയുണ്ടായി. Last moment he called upon the name of the Lord. അവസാന നിമിഷം കർത്താവിന്റെ നാമത്തെ താൻ He said, വിളിച്ചപേക്ഷിച്ചു. Jesus, save me. താൻ ഇപ്രകാരം പറയേണ്ട, യേശുവേ എന്നെ I രക്ഷിക്കണമേ, accept you as a personal savior. ഞാൻ എന്നെ എന്റെ സുരക്ഷിതാവായി സ്വീകരിക്കുന്നു. But that privilege all sinners won't get. എല്ലാ പാപികൾക്കും ഒരുപക്ഷെ അപ്രകാരമുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയില്ല. What is the will of God? ദൈവത്തിന്റെ ഹിതമെന്താകുന്നു? All meant to be saved എല്ലാവരും രക്ഷിക്കപ്പെടണം, and came into the knowledge of the truth. കർത്താവിന്റെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് കടന്നു വരണം. In 2 Peter chapter 3 verse 9, when we read, 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, the Lord is not slack concerning his promise, as some men count slackness, but is long suffering to usward, not willing that any should perish, but that all should come to repentance. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. Why he is showing long suffering? അവൻ എന്തുകൊണ്ടാകുന്നു ദീർഘക്ഷമ കാണിക്കുന്നത്? Why he is waiting? അവൻ എന്തുകൊണ്ടാകുന്നു കാത്തിരിക്കുന്നത്? Why long before he did not come? ഇതിനു മുൻപേ താൻ എന്തിനാകുന്നു കടന്നു This വരാതിരിക്കുന്നത്? world is going from birth to worse, isn't it? ഈ ലോകം മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. Sin is abounding every day. പാപം എല്ലാ ദിവസവും പെരുകിക്കൊണ്ടേയിരിക്കുന്നു. It is worse than last year. അത് കഴിഞ്ഞ വർഷത്തിലും അധികമായി, It is worse than last month. കഴിഞ്ഞ മാസത്തിലും അധികമായി മോശമായി Why God കാണപ്പെടുന്നു. is delaying? എന്തുകൊണ്ടാകുന്നു ദൈവം താമസിക്കുന്നത്? One boy said, ഒരു പൈതൽ പ്രകാരം പറയുണ്ടായി, if Jesus would have come 20 years before, at least he would have gotten some souls for him. യേശു 20 വർഷത്തിന് മുൻപേ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ചില ആത്മാക്കളെങ്കിലും തനിക്ക് Now ലഭിക്കുമുണ്ടായിരുന്നു. that souls also departing from Jesus. ഇപ്പോൾ ആ ആത്മാക്കളും യേശുവിൽ നിന്ന് And മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. he misunderstood. താൻ ഇപ്രകാരം തെറ്റിദ്ധരിക്കുകയുണ്ടായി. And many are coming toward Jesus now. അനേകർ ഇപ്പോൾ യേശുവിലേക്ക് കടന്നു വരുന്നു. Even many religious places, they are closing down. You know it very well. ഇപ്പോൾ Other religious places are. ഇപ്പോൾ മറ്റ് അനേക മതപരമായ കാര്യങ്ങൾ അടച്ചുപൂട്ടും നിങ്ങൾ അത് And അറിഞ്ഞിരിക്കുന്നുവല്ലോ. they are not going to their places. അവർ അവരുടെ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. In UP and other places, mass conversion is going on. People coming to church. ജനങ്ങൾ വളരെ ചർച്ചകളിലേക്ക് കടന്നു വരുന്നു. Why? എന്തുകൊണ്ട്? God is his own way of saving. ദൈവത്തിന് തന്റേതായ രീതിയിൽ താൻ രക്ഷിക്കുന്നു. And few are departing from faith. ചിലർ വിശ്വാസത്തിൽ നിന്നും But മാറിപ്പോകുന്നു. multitudes are coming to Jesus. എങ്കിലും അനേക ആയിരങ്ങൾ യേശുവിലേക്ക് കടന്നു വരുന്നു. He knows his power. തന്റെ ശക്തി അവന് അറിയാം. That's why he is waiting. ആയതിനാലാകുന്നു താൻ താമസിക്കുന്നത്. No one should perish. ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് All must come to repentance. എല്ലാവരും അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ, രക്ഷയിലേക്ക് കടന്നു In വരുവാൻ വേണ്ടി. Revelation chapter 22:17, when we read, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം the വായിക്കുമ്പോൾ, Spirit and bride say, ആത്മാവും സഭയും പ്രകാരം പറയുന്നു, come, and let them hear say, come. Let him that is athirst come. Whosoever will, let him take the water of life freely. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. Yes, whosoever will, let him take the water of life freely. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. And that is for universal call. അത് എല്ലാവർക്കും ഉള്ളതാകുന്നു. But another side, മറ്റൊരു ഭാഗത്ത് God has chosen a group of people. ദൈവം ഒരു കൂട്ടം ജനത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. As we read in Ephesians chapter 1 verse 4, നാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചതുപോലെ, he has chosen us before the foundation of the world. ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. In Romans chapter 8 verse 28-29, when we read, റോമാലേഖനം 8-ാം അധ്യായം 28-29 വാക്യം വായിക്കുമ്പോൾ, for whom he did foreknown, he also did predestinate to conform to the image of his son. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. And that he might be firstborn among many brethren. തന്റെ സഹോദരന്മാരിൽ They are ആദിജാതനാകേണ്ടതിന്. not called to saved. അവർ രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല വിളിച്ചത്, They are not called to get out of danger. അവർ ആ അപകടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി അല്ല വിളിച്ചത്. Then why they are called? എന്തുകൊണ്ടാണ് പിന്നെ എന്തിനാകുന്നവരെ വിളിച്ചത്? And to become firstborn among many creatures. അനേകർ അവന്റെ സഹോദരന്മാരിൽ അവർ Special ആദിജാതനാകേണ്ടതിന്. phrases are used. അവിടെ വളരെ വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. Whom did foreknown, he did predestinate to conform to the image of his son,
that he might be firstborn among the many brethren. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. Equal to Jesus, equal to the firstborn Jesus, we are called. യേശുവിനോട് അനുരൂപനാകുവാൻ തക്കോണം, ആദ്യജാതനാകുവാൻ തക്കോണം നമ്മെ വിളിച്ചിരിക്കുന്നു. Verse 30. 30-ാം വാക്യം. Moreover, whom he did predestinate, മുൻ നിയമിച്ചവരെ വിളിച്ചും them he called. അവരെ വിളിച്ചും. Whom he called, them he also justified. വിളിച്ചവരെ നീതീകരിച്ചും. And whom he justified, them he also glorified. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. What shall we then say of these things? If God be for us, who can be against us? ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. And for that people, God is for them. അങ്ങനെയുള്ളവർക്കാകുന്നു ദൈവം അനുകൂലമായി കാണപ്പെടുന്നത്. And God is making every impossible possible. അവർക്ക് ദൈവം സകലത്തെയും സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി കൊടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, മുൻ നിയമിച്ചവരെ, foreknowledge group, മുൻ അറിഞ്ഞവരെ, God selected elected group. ദൈവം വിളിച്ചവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ. Special consideration is there. അവർക്ക് വളരെ പ്രത്യേകമായ ഒരു കാര്യമാകുന്നു കൊടുക്കുന്നത്. Special forgiveness is there. അവർക്ക് വിശേഷമായ ഒരു ക്ഷമ കൊടുക്കുന്നു. A special grace is there. അവർക്ക് വിശേഷമായ ഒരു കൃപയുണ്ട്. Special compassion is there. അവർക്ക് വിശേഷമായ ഒരു കരുണയുണ്ട്. Special mercy is there. വിശേഷമായ ഒരു കനിവുണ്ട്. Special extension of dates is there. അവർക്ക് വിശേഷമായ നാളുകൾ നീട്ടിക്കൊടുക്കുന്നുണ്ട്. And all a special from God is there. എല്ലാത്തിലും ദൈവത്തിൽ നിന്ന് അവർക്ക് വിശേഷിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. We should not take it as granted. നാം അതിനെ പ്രകാരം നമുക്ക് തന്നായി എടുക്കരുത്. But at the same time, to be grateful to the Lord, thankful to the Lord, he is doing that. അതേസമയം ദൈവത്തോട് നന്ദിയുള്ളവരായി നാം കാണപ്പെടണം. That's why he says, what shall we say of these things? If God be for us, who can be against us? അതുകൊണ്ടാകുന്നു താൻ ഇപ്രകാരം പറയുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. If we are taken into earthly court, we will be put to shame. നാം ഈ ലോകത്തിലെ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ നാം ലജ്ജിക്കപ്പെടുമായിരുന്നു. This many complaints, but how can he say that his sins are forgiven? ഇപ്രകാരം കുറ്റങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കും അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന്. After 30 years lived in sin, now he says, my sins are forgiven. How it is possible? 30 വർഷം പാപത്തിൽ ജീവിച്ചതിന് ശേഷം ഇപ്പോൾ പറയുന്നു എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. അത് ഇപ്രകാരം സാധിക്കും. This worldly court won't forgive us. ഈ ലോകത്തിലെ കോടതി നമ്മോട് ക്ഷമിക്കുകയില്ല. But what heavenly court says? എന്നാൽ സ്വർഗീയ കോടതി എന്താകുന്നു പറയുന്നത്? I don't remember anything in his account. അവന്റെ ജീവിതത്തിൽ ഉള്ളത് ഞാൻ ഒന്നും കണക്കിടുന്നില്ല. His pages are very clean. അവന്റെ നാളുകൾ അത് വളരെ നിർമ്മലമായി കാണും. അവന്റെ താളുകൾ താൻ നീതിമാനാകുന്നു. അവൻ എന്റെ പുത്രനാകുന്നു. And I have forgiven him. ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. I don't remember it. ഞാൻ അതിനെ ഓർക്കുന്നില്ല. I throw it behind my back. ഞാൻ എന്റെ പിറകിൽ അതിനെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. Because God is for us. എന്തുകൊണ്ടെന്നാൽ ദൈവം നമുക്ക് അനുകൂലമായി God കാണപ്പെടുന്നു. is on our favor. ദൈവം നമ്മോട് അനുകൂലമായി കാണപ്പെടുന്നു. And that's why no one can stand against. ആയതിനാലാകുന്നു നമുക്കെതിരായി ആർക്കും പറയുവാൻ സാധ്യമാകും. Devil knows our former state. പിശാചിന് നമ്മുടെ മുൻപത്തെ അവസ്ഥ അറിയാം. And he is having one copy of our old sins. നമ്മുടെ പഴയ പാപങ്ങളുടെ ഒരു കോപ്പി അവന്റെ കയ്യിലുണ്ട്. But it doesn't have any value. അതിന് യാതൊരു പ്രാധാന്യവുമില്ല. How much he jump, nothing will happen. താൻ എത്ര കിടന്ന് തുള്ളിച്ചാടിയാലും ഒന്നും സംഭവിക്കുകയില്ല. Because God is for us. എന്തുകൊണ്ടെന്നാൽ ദൈവം നമുക്ക് അനുകൂലമായി കാണപ്പെടുന്നു. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. In Jeremiah chapter 1 verse 5 when we read, യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, Before I formed thee in the belly, I knew thee. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നീ എന്നെ അറിഞ്ഞിരിക്കുന്നു. And before thou comest forth out of the womb, I have sanctified thee, and I ordained thee a prophet unto the nations. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. Before I formed thee in the belly, I knew thee. നീ ഉദരത്തിൽ ഉളവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. What a comfortable word. എത്ര ആശ്വാസകരമായ വാക്കാകുന്നു. God has known us. ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു. God has chosen us. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. And he said, I am a child. താൻ പ്രകാരം ഞാൻ ഒരു പൈതലാകുന്നു. Isaiah said, I am a sinful man. I am living in the midst of sinful man. യെശയ്യാ പ്രകാരം പറയുന്നു, ഞാൻ പാപികളുടെ മധ്യേ വസിക്കുന്നു, ഞാൻ പാപിയായ ഒരു But മനുഷ്യനാകുന്നു. what God said, before came us forth out of the mother's womb, I sanctified thee. എന്നാൽ ദൈവം എന്താകുന്നു പറയുന്നു, നീ ഉദരത്തിൽ ഉറവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. In his mind, we are chosen, we are cleansed people. അവന്റെ മനസ്സിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു, നാം നിർമ്മലരായി കാണപ്പെടുന്നു. In Ephesians chapter 3 verse 11 when we read, എഫേസ് ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, according to the eternal purpose which he purposed in Christ Jesus. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. Yes, these are all different terminologies are used. വിവിധങ്ങളായ പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. Chosen, തിരഞ്ഞെടുപ്പ്, foreknown, മുൻനിർണയം, purposed,
തന്റെ ഉദ്ദേശപ്രകാരം eternal purpose. നിത്യമായ ഉദ്ദേശം. In 2 Thessalonians chapter 2 verse 13 when we read, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, we are bound to give thanks always to God for you. ഞങ്ങൾ നിങ്ങൾ എപ്പോഴും സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. Brethren, beloved of the Lord, because God hath from the beginning chosen you to the salvation and through sanctification of the Spirit and belief of the truth. സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. From the very beginning chosen. ആദ്യം മുതലേ തിരഞ്ഞെടുത്തിരിക്കുന്നു. For salvation, രക്ഷയ്ക്കായി for തിരഞ്ഞെടുത്തിരിക്കുന്നു. sanctification of the Spirit, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനായി our spirit തിരഞ്ഞെടുത്തിരിക്കുന്നു. baptized life he has chosen ആത്മാവിൽ very from beginning. ആത്മാവിൽ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി അവൻ ആദ്യം മുതലേ നമ്മെ And തിരഞ്ഞെടുത്തിരിക്കുന്നു. these are all our privileges. ഇതെല്ലാം നമുക്കുള്ള ഭാഗ്യമാകുന്നു. It is excluded privilege for some. അത് ചിലർക്ക് വേണ്ടി മാത്രമുള്ള ഭാഗ്യമായി കാണപ്പെടുന്നു. And it is not for all. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. And it is for chosen group of people. അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി And മാത്രമുള്ളതാകുന്നു. that's why St. Peter says, ആയതിനാൽ വിശുദ്ധ പത്രോസ് പ്രകാരം പറയുന്നത്, chosen generation, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാകുന്നു, royal priesthood, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാകുന്നു, peculiar people. നിങ്ങൾ വിശേഷിക്കപ്പെട്ട ജാതിയാകുന്നു. But we ourselves count as a earthen pitchers or waste. Many times we compare ourselves as nothing. നാം നമ്മെ തന്നെ ലൗകികരായി ഒന്നുമില്ലാത്തതായി നാം കണക്കിടുന്നു. We underestimate our greatness. നമ്മുടെ വലിപ്പത്തെ നാം കുറച്ചു കാണിക്കുന്നു. Dear child of God, we must be thankful to the Lord. Then only our God will be rejoicing over us. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തോട് നന്ദിയുള്ളവരായി കാണപ്പെടണം. അപ്പോൾ മാത്രമേ ദൈവം നമ്മിൽ In സന്തോഷിക്കുകയുള്ളൂ. Psalms 139:16 when we read, 119-ാം സങ്കീർത്തനം അതിന്റെ 69 വായിക്കുമ്പോൾ, thine eyes did see my substance, എന്നെ ഉദരത്തിൽ നീ കണ്ടിരിക്കുന്നു. and yet being unperfect, in thy book all my members were written, which is continuance, were fashioned, when as yet there was none of them. See, in his book it was written, തന്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതിയിരിക്കുന്നു. when we will be in mother's womb, നാം അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ and തന്നെ how we will be formed, നാം എപ്രകാരം ഉരുവായി എന്നതിനെ പറ്റി, and when our birth will happen. നമ്മുടെ ജന്മം നടന്ന സമയത്ത്, Dear child of God, പ്രിയ ദൈവവേദലേ, it is beyond everyone's understanding. അത് എല്ലാവരുടെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം അത് അതീതമാകുന്നു. How we will be formed, how we will take birth, everything was written in the book or in the mind of God. നാം എപ്രകാരം ഉരുവാകണമെന്നും ജനിക്കണമെന്നും കർത്താവിന്റെ മനസ്സിൽ എഴുതിയിരിക്കുന്നു. Yes, that amber color that speaks about the mind of God. അതെ, ആ മഞ്ഞ നിറം കർത്താവിന്റെ മനസ്സിനെ കാണിക്കുന്നു. And he wants to execute that from that day onwards in the midst of thousands of hindrance, and he executed. ആ ദിവസം മുതൽ അനേക തടസ്സങ്ങൾക്ക് മധ്യേ അവനത് നിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. And so many thousands of hindrance came on his way. അനേക ആയിരക്കണക്കിന് തടസ്സങ്ങൾ തന്റെ വഴിയിൽ കടന്നു വന്നു. Dear child of God, പ്രിയാദേവേദലേ, even many parents tried to destroy their children. അനേക മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ തുടങ്ങി. And I heard a testimony of a pastor. ഞാനൊരു പാസ്റ്ററിന്റെ സാക്ഷ്യപ്രകാരം കേൾക്കുകയുണ്ടായി. Her mother was a harlot like. തന്റെ മാതാവ് മോശമായ ഒരു സ്ത്രീയായിരുന്നു. When he was conceived in mother's womb, താൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ she went to doctor. താൻ ഡോക്ടറിന്റെ അടുത്ത് കടന്നുപോയി. 7 times she tried 7 പ്രാവശ്യം താൻ to പരിശ്രമിച്ചു destroy the child in the womb itself. ആ കുഞ്ഞിനെ ഉദരത്തിൽ തന്നെ നശിപ്പിക്കുവാൻ. But finally the doctor told, എങ്കിൽ അവസാനമായ ഡോക്ടർ പ്രകാരം പറഞ്ഞു, I will take charge of this child. ഞാൻ ഈ കുഞ്ഞിനെ I ഏറ്റെടുത്തോളാം. tried my level best. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി I could not destroy this ശ്രമിച്ചു. child. എനിക്ക് കുഞ്ഞിനെ How നശിപ്പിക്കുവാൻ much സാധിച്ചില്ല. medicine I have given, but nothing happens. എത്രമാത്രം മരുന്ന് എങ്കിലും ഒന്നും സംഭവിച്ചില്ല. After his birth, അവന്റെ ജനനത്തിന് ശേഷം even the doctor died. ആ ഡോക്ടർ മരിച്ചുപോയി. She had no way of bringing up the child. തനിക്ക് ആ കുഞ്ഞിനെ വളർത്തുവാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. He became a beggar. താനൊരു യാചകനായി മാറ്റപ്പെട്ടു. And for till the year 14, he was begging in streets. 14 വയസ്സ് പ്രായമായവരെയും താൻ ആ തെരുവീതികളിൽ യാചിച്ചുകൊണ്ടേ His നടന്നു. mother disowned him. തന്റെ മാതാവ് തന്നെ No place to കണക്കിട്ടില്ല. താമസിക്കുവാൻ But സ്ഥലമില്ല. in the right time, God interfered in his life. തക്ക സമയത്ത് തന്റെ ജീവിതത്തിലൊക്കെ God പ്രവർത്തിച്ചു. saved him. ദൈവം തന്നെ സ്നേഹിച്ചു. God anointed him. ദൈവം തന്നെ അഭിഷേകം ചെയ്തു. God made him a mighty valor in his hand. ദൈവം തന്നെ ഒരു ശക്തിയേറിയ യോദ്ധാവായ തന്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. Because God has chosen him. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ തിരഞ്ഞെടുത്തിരുന്നു. And God's plan was on him. ദൈവത്തിന്റെ പദ്ധതി അവന്റെ തന്നെ Even മേലുണ്ടായിരുന്നു. against many of us,
devil brought many things. നമുക്കെതിരായി പിശാചായവൻ അനേക കാര്യങ്ങൾ കൊണ്ടുവന്നു. Many accidents could have happened. അനേക അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു. Many accidents happened, even then God preserved. അനേക അപകടങ്ങൾ സംഭവിച്ചെങ്കിലുമോ ദൈവം നമ്മെ സൂക്ഷിച്ചു. Many sickness came, God preserved. അനേക രോഗങ്ങൾ കടന്നു, ദൈവം നമ്മെ Many സൂക്ഷിച്ചു. rejection came, but God preserved. അനേകർ തിരസ്കരിച്ചുവെങ്കിലുമോ ദൈവം നമ്മെ സൂക്ഷിച്ചു. When around us many things happened, but God preserved us. നമുക്ക് ചുറ്റും അനേക കാര്യങ്ങൾ നടന്നു എങ്കിലുമോ ദൈവം നമ്മെ സൂക്ഷിച്ചു. In that amber color, or in the mind of God, we were there. He is ready to execute that plan in our life. ആ മഞ്ഞ നിറത്തിൽ ദൈവത്തിന്റെ മനസ്സിലുള്ളത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ Let us be കഴിവുള്ളവനാകുന്നു. grateful to the Lord. നമുക്ക് ദൈവത്തോട് Let us കരുണയുള്ളവരായി കാണാം. remember and thankful to the Lord at all times. നമുക്കതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവിനോട് Let നന്ദിയുള്ളവരായി us not കാണപ്പെടാം. murmur or complain or question. നമുക്കൊരിക്കലും പെറുപിറുക്കുകയോ ചോദ്യം ചോദിക്കുകയോ ചെയ്യണ്ട. May the Lord help us all. ദൈവം നമ്മെ സഹായിക്കട്ടെ. പർവ്വതങ്ങൾ ഉലവാകും മുമ്പേ പരനിധിയടിയനു ദൈവമല്ലോ. പർവ്വതങ്ങൾ ഉലവാകും മുമ്പേ പരനിധിയടിയനു ദൈവമല്ലോ. നിന്നകതാരിൽ നിത്യമായെന്നെ നിനച്ചതോത്ത ആശ്ചര്യമത്രേ. ആശ്ചര്യമന്ത്രി എന്നെ മുന്നറിഞ്ഞ ദൈവമേ, എന്നെ സ്നേഹം വിളിച്ച പ്രിയനേ, എന്നെ മുന്നറിഞ്ഞ ദൈവമേ, എന്നെ സ്നേഹം വിളിച്ച പ്രിയനേ, നീതി കാണിച്ചെന്നെ അനുസരിച്ചതാ നിനക്ക് മഹത്വം. Here in UAE, when we stop, that amber color comes. ഞങ്ങൾ നിർത്തുമ്പോൾ ആ മഞ്ഞ നിറം കാണപ്പെടുന്നു. And green light, then amber color, then red light. അതിനുശേഷം പച്ച നിറവും പിന്നെ ഈ മഞ്ഞ നിറവും പിന്നെ ചുവപ്പ് നിറവും കാണപ്പെടുന്നു. And to start, that amber color doesn't come. നാം യാത്ര തുടങ്ങുമ്പോൾ ആ മഞ്ഞ നിറം കാണുന്നില്ല. But in India, എങ്കിലും ഇന്ത്യയിൽ that amber color will come first. ആ മഞ്ഞ നിറം ആദ്യമേ കടന്നു വരുന്നു. Why? എന്തുകൊണ്ടാകുന്നു? All the scooter, car, they switch off and stand in that. എല്ലാ സ്കൂട്ടറുകളും കാറുകളും എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടായിരിക്കും. And by seeing the amber color, they start and they give accelerator. ആ മഞ്ഞ നിറം കണ്ടുകൊണ്ട് അവരുടെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, അവർ ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യുന്നു. And when the green color comes, just they will proceed. പച്ച നിറം കാണുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നു. Yes, in the mind of God, we were there. അതെ, ദൈവത്തിന്റെ മനസ്സിൽ നാം അവിടെ കാണപ്പെട്ടു. The right time, he implemented. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. Our right time, he implemented. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. That's why we got salvation. അതുകൊണ്ടാകും നമുക്ക് That's why we are here. അതിനാലാകും നാം ഇവിടെ കാണപ്പെടുന്നത്. That's why we are worshiping God. അതിനാലാകും നാം ദൈവത്തെ ആരാധിക്കുന്നത്. And in that amber color, it is the mind of God beautifully worked in each and everyone's life. ആ മഞ്ഞ നിറത്തിൽ ആ കർത്താവിന്റെ മനസ്സിൽ തക്ക സമയത്ത് അതിശയകരമായ കർത്താവിന്റെ മനസ്സിൽ പ്രവർത്തിച്ചു. He was always waiting for chance. അവൻ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്നു. From the very beginning. ആദ്യം മുതലേ അവൻ he was eagerly waiting to execute. താൻ ജാഗ്രതയോടെ നിവർത്തിക്കുവാൻ വേണ്ടി amber കാത്തിരുന്നു. color was there. ആ മഞ്ഞ നിറം അവിടെ കാണപ്പെട്ടു. The right time came, it became a green color. തക്ക സമയത്ത് അത് പച്ച നിറമായി വന്നു. Not only we are chosen, elected, foreordained, predestinated, the right time he executed. Father, let's all praise God.
നമ്മെ വിളിക്കുക മാത്രമല്ല നമ്മെ തിരഞ്ഞെടുക്കുകയും മുൻനിർണയിക്കുകയും മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. ആയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. He was waiting for right place to born, right time to born, right things to do, and he did it beautifully. Father, let's all praise him. ജനിക്കുവാൻ തക്കോണം ഒരു ശരിയായ സ്ഥലത്തിന് വേണ്ടി അവൻ കാത്തുകൊണ്ടേയിരുന്നു. തക്ക സമയത്തിന് വേണ്ടി കാത്തുകൊണ്ടേയിരുന്നു. ആ തക്ക സമയത്ത് അവൻ അത് അതിശയകരമായി അത്ഭുതകരമായി ചെയ്തിരിക്കുന്നു. ആയതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. We are not product of nature. All of a sudden we did not come into this world. Jesus, our God, has sent us into this world. നാം ഈ പ്രകൃതിയുടേതല്ല. നാം പെട്ടെന്ന് തന്നെ ഈ പ്രകൃതിയിലേക്ക് ലോകത്തിലേക്ക് കടന്നു വന്നല്ല. നമ്മെ ദൈവമാകുന്നു അയച്ചത്. Yes, God wants to fulfill his will in our life. ദൈവം തന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ He ആഗ്രഹിക്കുന്നു. is fulfilling. അവന് നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു. Let us give all glory, honor and praise to our God and praise him. നമുക്ക് സകല സ്തുതിയും മാനവും മഹത്വം നമ്മുടെ ദൈവത്തിന് കൊടുത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Once again submitting our lives in the hands of God, shall we all praise him? ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ സമയങ്ങളിലാം കർത്താവ് ഞങ്ങളെ അത്ഭുതമായി സൂക്ഷിച്ചു പരിപാലിച്ചു. സന്ധ്യാസമയം ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തിയതേക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ കിടന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിൽ പാടുവാനും കർത്താവിൽ സന്തോഷിച്ച് ബലപ്പെടുവാനും അവിടെ ഞങ്ങളെ സഹായിച്ചനാല് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമായിരിക്കാല് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പിൻപിലുള്ള സകലത്തെയും മറന്നുകൊണ്ട് മുൻപിലുള്ള ആക്കിലേക്ക് ആഞ്ഞോടി മുന്നേറുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിച്ചനാല് സ്തോത്രം. തുടർന്ന് ഓരോരുത്തർക്കും ആവശ്യമായ നന്മകളെ നൽകിക്കൊടുത്ത് എല്ലാവർക്കും ജയത്തോടെ നടത്തുവാൻ കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവജനം പഠിക്കുവാൻ ഉത്സാഹവും താല്പര്യം എല്ലാവർക്കും ദൈവം നാളുകളിൽ നൽകിക്കൊടുത്ത് എല്ലാവരെയും ദൈവം നാളുകൾ ഉണർത്തുകയും ആത്മീയത്തിൽ ശ്രേഷ്ഠാക്കി തീർക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴ്മേൽ സത്യതയെ കർത്താവ് ഞങ്ങൾ വെളിപ്പെടുത്തി തന്നതിനാൽ സ്തോത്രം. ഒരുത്തൻ ക്രിസ്തുവിലായവനും പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞു എന്ന വചനപ്രകാരം ഞങ്ങളെ ഓരോ നിമിഷവും കർത്താവ് പുതിയ സൃഷ്ടികളാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ മുൻനിർണയ പ്രകാരം അങ്ങയുടെ ഹിതം ഞങ്ങളെ നിറവേറ്റപ്പെടുവാൻ തക്കണം അവിടെ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരമായി തീരുവാൻ തക്കണം. ലോകസ്ഥാപനത്തിനു മുമ്പേ കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനാൽ സ്തോത്രം. ഞങ്ങളുടെ നീതി പ്രവൃത്തികൾ നിമിത്തമോ ഞങ്ങളുടെ നന്മ പ്രവൃത്തികൾ നിമിത്തമോ അല്ല, അങ്ങയുടെ കരുണപ്രകാരം അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ രക്ഷിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളധികം നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ജീവിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കണമേ. ഞങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതിരിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ വിളിയും തെരഞ്ഞു ഉറപ്പാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കൊണ്ട് കർത്താവ് ഓരോ നിമിഷവും ദീർഘക്ഷമയോട് കാത്തിരിക്കുന്നതിനാൽ സ്തോത്രം. അവിടുന്ന് ലോകത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിനോട് അനുരൂപമായി തീരുവാൻ തക്കണം, ആദിജാതരായി തീരുവാൻ തക്കണം. കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനായി കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനാൽ സ്തോത്രം. കർത്താവ് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കും സ്നേഹത്തിനും അധികം നന്ദിയുള്ള ഹൃദയത്തോടെ തുടർന്ന് ജീവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കേട്ടതായ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. തുടർന്ന് ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കും. വരവിനായിട്ടൊരുക്കി കാത്തുകൊള്ളും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയും Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus, the love of Father and the sweet fellowship of the Holy Spirit rest and abide with us all, now and until Jesus Christ returns in his glory. Hallelujah. 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 Praise the Lord. May God bless you.